നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതിനെ നമ്മൾ ഷോർട്ടായിട്ട് DBMS എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേരെങ്കിലും ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടുള്ളവരും കേൾക്കാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇന്നൊരു ഇൻട്രൊഡക്ഷൻ മാത്രം, എന്താണ് ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത്, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് തുടങ്ങി വയ്ക്കുന്നത്. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകളിലേക്ക്, അതുപോലെ എന്തൊക്കെയാണ് അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എന്തൊക്കെയാണ് ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ആദ്യത്തെ ഡാറ്റ എന്താണെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡാറ്റ. പല സന്ദർഭങ്ങളിൽ പല അർത്ഥങ്ങളിൽ നമ്മൾ ഡാറ്റ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഡാറ്റ എന്നുള്ള വാക്ക്, അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഡാറ്റം എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ഡാറ്റ എന്നുള്ള ഒരു വേർഡ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റം എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ, അഥവാ ഒരു ഇൻഫർമേഷൻ്റെ ഏറ്റവും ചെറിയ കണിക എന്നൊക്കെ പറയുന്ന, അങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ മീനിങ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ഡാറ്റ, അതിനെയാണ് നമ്മൾ ഏറ്റവും എന്താ പറയുക, ചെറിയ ഇൻഫർമേഷൻ, അതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ എന്താ, ഒരു അൺപ്രോസസ്ഡ് ഫാക്റ്റ് അല്ലെങ്കിൽ റോ ആയിട്ടുള്ള ഫാക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ കുറച്ച് നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നമ്പറുകൾ, ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് 22, 36, അങ്ങനെ കുറച്ച് നമ്പറുകൾ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്പറുകൾ മാത്രം നമ്മളൊരു പേപ്പറിൽ കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡാറ്റ എന്ന് പറയാം. അതായത് അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. കുറേ ഡാറ്റ, ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പേപ്പറിൽ കുറേ നമ്പറുകൾ എഴുതി വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനോ ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ഷീറ്റിൽ കുറേ പേരുകൾ കാണുകയാണ്, അപ്പോൾ ആ പേരുകൾ കൊണ്ടും അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമോ അങ്ങനെയൊന്നും ഇല്ലാതെ കുറേ ഡാറ്റ എഴുതി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അതേസമയം തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കോളം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതേ ഡാറ്റ തന്നെ, അതായത് നമ്മൾ ഈ മുകളിൽ എഴുതിയിട്ടുള്ള അതേ നമ്പറുകൾ തന്നെ ഞാൻ ഇപ്പുറത്ത് കുറച്ച് പേരുകളും കൂടെ എഴുതുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ നെയിം, ഏജ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഡാറ്റയ്ക്ക് അവിടെ ഒരു മീനിങ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഡാറ്റ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് റോ ആയിട്ടുള്ള ഫാക്റ്റുകളാണ്, അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ഫാക്റ്റുകളാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അതേ ഡാറ്റയെ തന്നെ നമ്മൾ ഒന്നും കൂടി പ്രോസസ്സ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡാറ്റയിൽ നിന്ന് നമുക്കൊരു മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സെയിം ഡാറ്റയിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണ്. അത് കുറച്ച് ആളുകളുടെ വയസ്സാണ് എന്നുള്ളത്, ഓക്കെ, ഏജ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു, ഇങ്ങനെ നെയിം, ഏജ് എന്നൊക്കെ എഴുതുന്നു. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഇൻഫർമേഷനാണ്, അതായത് ഡാറ്റയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ഇവിടെ ഇപ്പോൾ 2 ഡാറ്റ ഉണ്ട്, അതായത് ഏജ് എന്ന് പറയുന്ന ഒരു ഡാറ്റയുണ്ട്, നെയിം എന്ന് പറയുന്ന ഒരു ഡാറ്റയുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഈ ഏജ് എന്ന് എഴുതിയതുപോലെ തന്നെ വേറൊരു ഷീറ്റിൽ കുറെ പേരുകൾ മാത്രമാണ് എഴുതി വെച്ചിരുന്നെങ്കിൽ അതിനും പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. അതും എന്താണ്, അൺപ്രോസസ്ഡ് ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഡാറ്റാബേസ് മാനേജ്മെന്റിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, നമുക്കപ്പോൾ അടുത്തതിലേക്ക് പോവാം. നമ്മൾ അടുത്തത് ഒന്നുകൂടി നമ്മൾ ഇൻഫർമേഷൻ്റെ കാര്യമാണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഓർഗനൈസ്ഡ് ഡാറ്റ. അതായത് ഡാറ്റയ്ക്ക് ഒരു മീനിങ് വരുന്നത് എപ്പോഴാണോ അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞല്ലോ, സ്റ്റുഡൻസിൻ്റെ ഏജ് പറഞ്ഞു, അതൊരു ഉദാഹരണം. അതുപോലെ വേറൊരു ഉദാഹരണം കൂടി പറയാണ്. നമ്മളിവിടെ
കുറച്ച് നമ്പറുകൾ, ഇപ്പോൾ എന്താ പറയുക, ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള കുറച്ച് നമ്പറുകൾ മാത്രം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. അതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു ലിസ്റ്റാക്കി മാറ്റുകയാണെങ്കിൽ അതിനൊരു മീനിങ് വരികയാണ്. ഓക്കെ, ഓരോ നമ്പറിനും ഓരോരോ നമ്മളൊരു കോണ്ടാക്ട് ലിസ്റ്റ് എഴുതി വെക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ അതിനൊന്നും കൂടി സിമ്പിൾ ആക്കി പറയാമോ? ഓക്കെ, ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. ഈ ഉദാഹരണം വെച്ചിട്ട് ഒന്നും കൂടി പറയാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കുറച്ച് നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ഈ നമ്പറുകൾ മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ നമ്പറിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ അർത്ഥമില്ലാത്ത ഈ നമ്പറുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അതായത് ആ നമ്പർ കിട്ടിയത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ഡാറ്റ കൊണ്ട് നമുക്ക് ഉപകാരമില്ല. അതേസമയം തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പറിന്റെ കൂടെയുള്ള പേരുകൾ, അതുകൂടെ വരുമ്പോൾ ഈ നമ്പറിന് ഒരു അർത്ഥം വരും. ഓക്കെ, ഈ ഹോസ്പിറ്റൽ എന്ന് കാണുന്ന നമ്പർ, അത് അവിടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് ഫോൺ നമ്പർ ആണ് എന്നുള്ളൊരു അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് രണ്ടുമാണ് ഒരു ഡാറ്റാ ബേസിന്റെ ബേസിക് എന്ന് പറയുന്നത്, ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ ആണല്ലോ അല്ലെ? നമുക്കപ്പോൾ അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റേനെ നമ്മൾ എങ്ങനെയാണ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്നത്, അതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് ഫോൺ നമ്പറുകളും അതിൻ്റെ കൂടെ പേരുകളും എഴുതി വെച്ചല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി അധികം ഡാറ്റകൾ വരികയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഇതിൽ ഇവിടെ ഒരു 5 നമ്പറോ അല്ലെങ്കിൽ 10 നമ്പറേ ഉള്ളൂ. ഇതിന് പകരം നമ്മളുടെ കയ്യിൽ ഒരു 10,000 പേരുടെ നമ്പർ വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1,00,000 പേരുടെ ഫോൺ നമ്പറുകൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കാനും കൂടി പറ്റണം. അതുപോലെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണം, മാനേജ് ചെയ്യണം, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് റിട്രീവ് ചെയ്തെടുക്കണം, അവിടെ നിന്ന് എടുക്കണം. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഡാറ്റാ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളുടെ കയ്യിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്. ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഡാറ്റ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. നമുക്കതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ അതുപോലെ അത് ഇടയ്ക്ക് നമുക്കത് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റ് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫോണിൽ നമുക്ക് ഓരോരുത്തരുടെ പേര് സേവ് ചെയ്ത് വെക്കാൻ പറ്റണം. അതുപോലെ ഒരാളുടെ പേര് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ ആവശ്യത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് നമ്പർ എടുക്കാൻ പറ്റണം. അപ്പൊ ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ഡാറ്റാ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായി അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ, അതിനെയാണ് നമ്മൾ ഡാറ്റാ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാ ബേസിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ലൈബ്രറി കാറ്റലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളുടെയും ഇൻഫർമേഷൻ അതിലുണ്ടായിരിക്കും. നിങ്ങൾ ലൈബ്രറിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്കൊക്കെ നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ എന്താ പറയുക, നോവലുകൾ ഒരു സ്ഥലത്തായിരിക്കും, ഒരു ഷെൽഫിൻ്റെ അകത്ത് നോവലുകളായിരിക്കും, വേറൊരു ഷെൽഫിൻ്റെ അകത്ത് അക്കാഡമിക് ബുക്കുകളായിരിക്കും, മറ്റൊരു സ്ഥലത്ത് കവിതകളായിരിക്കും. അങ്ങനെ പല പല കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ലൈബ്രറിയൻ്റെ അടുത്ത് ഒരു പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ID, ഓരോ പുസ്തകത്തിനും ഒരു ID നമ്പറും കൂടി ഉണ്ടായിരിക്കും. ആ ID നമ്പർ വെച്ചിട്ട് ഏത് ഷെൽഫിലാണ് എത്രാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഒരു ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളുടെയും ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ ലൈബ്രറി ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതായത് ലൈബ്രറിയിലെ കാറ്റലോഗ് എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസിന് ഉദാഹരണമാണ്.
അതുപോലെ അടുത്ത ഉദാഹരണം പറയുന്നത് ഫോണിലെ കോണ്ടാക്റ്റുകളാണ്. അതും നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ പേരുകൾ ഉണ്ടായിരിക്കും, ഫോൺ നമ്പർ ഉണ്ടാവും. നമുക്കത് കൂടാതെ വേണമെങ്കിൽ ഒരാൾക്ക് 2 നമ്പർ ഉണ്ടെങ്കിൽ 2 നമ്പർ സേവ് ചെയ്ത് വെക്കാം. അതുപോലെ അയാളുടെ ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ ഇമെയിൽ ഐ ഡി, ചിലപ്പോഴൊക്കെ അയാളുടെ രാജ്യം, എന്താ പറയുക, ഇന്ത്യ എന്നോ അല്ലെങ്കിൽ സൗദി എന്നോ അങ്ങനെ രാജ്യം കൂടിയൊക്കെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതും ഒരു ഡാറ്റാബേസ് ആണ്. അതുപോലെ കുറച്ചും കൂടി വലിയൊരു ഡാറ്റാബേസിന് ഉദാഹരണമാണ് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടത്തുമല്ലോ, ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ. അതുപോലെ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽ, നമ്മളുടെ ഫോൺ നമ്പർ, നമ്മളുടെ ഇമെയിൽ ഐ ഡി, നമ്മളുടെ ലൊക്കേഷൻ, അഡ്രസ്സ്, അതുപോലെ ഓരോരോ സാധനങ്ങളും എത്ര എണ്ണം വെച്ചാണ് വാങ്ങിയിട്ടുള്ളത്, അതിൻ്റെ ബില്ല്, അതുപോലെ നമ്മൾ മുമ്പ് വാങ്ങിയ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമ്മളെല്ലാവരും ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് വാങ്ങിയതും എല്ലാ ഡീറ്റെയിൽസും അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, അവരുടെ ഡാറ്റാബേസ് എന്ന് പറയാം. ഇങ്ങനെ ഓരോ വെബ്സൈറ്റുകൾക്കും അവരവരുടേതായിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. ഈ ഡാറ്റാബേസിൻ്റെ അകത്തായിരിക്കും എല്ലാ ഡീറ്റെയിലുകളും പലതരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മളൊരു ഡാറ്റാബേസിൻ്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഡാറ്റാബേസിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് എടുക്കുന്നത്. ഡാറ്റാബേസിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാനൊരു ടേബിൾ, എല്ലാവരും ഇങ്ങനെയുള്ള ടേബിളുകൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതിനെ ഞാൻ വിളിക്കുന്ന, അതായത് ഡാറ്റാബേസിൻ്റെ ഈ കാണുന്ന ഈ ഒരു ബോക്സിനെ ഞാൻ പറയുന്ന പേര് ടേബിൾ എന്നാണ്. ടേബിൾ, ഇതിനെ മൊത്തത്തിൽ ഞാൻ പറയുന്നതാണ് ടേബിൾ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്കിതിൽ 3 ഇതുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്നാമത്തേത് ടേബിൾ, രണ്ടാമത്തേത് കോളം, മൂന്നാമത്തേത് റോ. ഓക്കെ, അതിൽ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്നിച്ച് പറയുന്ന പേരാണ് ടേബിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കോളം. കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇവിടുത്തെ കോളം നെയിമുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഒരു കോളമാണ്, നെയിം എന്ന് പറയുന്നത് അടുത്ത കോളമാണ്, ക്ലാസ് എന്ന് പറയുന്നത് അടുത്ത കോളമാണ്, ഏജ് എന്ന് പറയുന്നത് അടുത്ത കോളം. നമ്മൾ കോളത്തിന് തന്നെയാണ് ഡാറ്റാബേസിൽ ഫീൽഡ് എന്നും പറയും, ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഓരോ ഫീൽഡ് നെയിമുകളാണ്. നെയിം എന്ന് പറയുന്നത് ഒരു ഫീൽഡ് നെയിമാണ്, ക്ലാസ് എന്ന് പറയുന്നത് അടുത്ത ഫീൽഡ് നെയിമാണ്. ഓക്കെ, ഇനി അതുപോലെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോയിലാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തരുടെയും ഡീറ്റെയിലുകൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസിൻ്റെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് പറയുന്നതാണ്. അതായത് ഒരു ഡാറ്റാബേസിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് ടേബിൾ എന്നാണ്. ടേബിളിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണുള്ളത്, കോളോ റോയും. ഓക്കെ, അപ്പോൾ കോളത്തിന് നമ്മൾ ഫീൽഡ് എന്നും നമ്മൾ പറയും. ഫീൽഡ് നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഫീൽഡാണുള്ളത്? 4 ഫീൽഡാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും ഫീൽഡ് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് BCA BSc ഫിസിക്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഇയർ കൂടി വേണം, ഏത് ഇയറിലാണ്, ഇപ്പോൾ BSc ഫിസിക്സ് ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ എന്നുകൂടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ഫീൽഡ് കൂടെ ആഡ് ചെയ്യാം, ഇയർ അല്ലെങ്കിൽ ക്ലാസ് ഡിവിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ഫീൽഡ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് റോ ആണുള്ളത്. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്കൊരു കമ്പോണൻറ്റിൽ, ഒരു ഡാറ്റാബേസിൻ്റെ കമ്പോണൻറ്റിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അഥവാ ഒരു ഡാറ്റാബേസിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന് ടേബിളാണ്, അതായത് ഒരു സ്പ്രെഡ്ഷീറ്റ് പോലെ. സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എക്സലിലൊക്കെ കാണുന്ന റോയും കോളവും ഉള്ള ആ ഷീറ്റിനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ കണ്ടു, ഇതിനെ ഒന്നിച്ച് പറയുന്ന പേരാണ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടേബിളിൻ്റെ അകത്തുള്ളത് 2 കാര്യങ്ങളാണ്, കോളം ആൻഡ് റോ. കോളത്തിന് നമ്മൾ വേറൊരു പേര് പറയുന്നത് ഫീൽഡ് എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ്, പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയാം. എന്ത് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ജനറലി നമ്മൾ പറയുന്നത് കോമൺ ടേം കോളം തന്നെയാണ്. ഡാറ്റാബേസിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഫീൽഡ് എന്നും പറയാറുണ്ട്.
അതിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്നത് നെയിമെന്നോ ഏജെന്നോ ഫോൺ നമ്പറെന്നോ അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ്, അവിടെ പേരാണ് നമ്മൾ കൊടുക്കുക. അതിൻ്റെ താഴെ ഓരോരോ റോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ എൻട്രീസ് കൊടുക്കുന്നു. ഓരോരുത്തരുടെയും പേരടിക്കുന്നു, അതിൻ്റെ നേരെ അയാളുടെ ഫോൺ നമ്പർ, അയാളുടെ ക്ലാസ്, അയാളുടെ വയസ്സ്, അയാളുടെ ഫോൺ നമ്പർ, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ എൻട്രീസ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഒരു ഡാറ്റാ ബേസിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു മൂന്നാമത്തെ ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്ന കാര്യം പറയുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ടൈം ടേബിളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ടൈം ടേബിൾ നമ്മൾ എഴുതുന്നത് ഒരു ടേബിൾ ആയിട്ടാണല്ലേ എഴുതുക. അതായത് 1 2 3 എന്നിങ്ങനെ ഇത് എഴുതും. അതായത് പീരീഡിൻ്റെ നമ്പർ 1 2 3 എന്ന് എഴുതുന്നു. സൈഡിൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ളത് എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഒരു ടേബിൾ ആക്കിയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. എന്തിനാണ് അങ്ങനെ എഴുതിയിട്ടുള്ളവരുണ്ടോ? ടൈം ടേബിൾ അങ്ങനെ തന്നെയായിരിക്കും മിക്കവാറും ക്ലാസ്സിൽ ബോർഡിലൊക്കെ അങ്ങനെയായിരിക്കും ടൈം ടേബിൾ എഴുതി വെച്ചിട്ടുണ്ടാവുക. നമുക്ക് അങ്ങനെ അല്ലാതെ എഴുതാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ മൺഡേ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അന്നത്തെ 5 സബ്ജക്റ്റുകൾ എഴുതാം. അതിനുശേഷം ട്യൂസ്ഡേ എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ 5 സബ്ജക്റ്റുകൾ എഴുതാം. വെനസ്ഡേ എന്ന് എഴുതിയിട്ട് 5 സബ്ജക്റ്റുകൾ എഴുതാം. അങ്ങനെ നമുക്ക് എഴുതാലോ. അങ്ങനെ എഴുതാതെ നമ്മളിതിങ്ങനെ ഒരു ടേബിൾ ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. നമുക്കിപ്പോൾ ബുധനാഴ്ച തേർഡ് അവർ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വെനസ്ഡേ എടുക്കുന്നു, തേർഡ് അവർ നോക്കുന്നു, രണ്ടും കൂടി വരുന്ന സ്ഥലത്തുള്ളത് ഏതാണ്, അതാണ് ബുധനാഴ്ചയിലെ തേർഡ് അവർ. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഫോർത്ത് അവർ ഏതാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ. നമ്മൾ അങ്ങനെ ഒരു ടേബിൾ ആയിട്ടാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതെ, ഈസി അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് നടക്കും. അത് തന്നെയാണ് ഇവിടെ ഡാറ്റാബേസിന്റെ കാര്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ലിസ്റ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം അല്ലെങ്കിൽ പല സ്ഥലത്ത് പലതരത്തിൽ എഴുതുന്നതിനേക്കാളൊക്കെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാബേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനൊക്കെ നമുക്ക് പറ്റും. അതാണ് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ഡാറ്റാബേസിൽ ഒന്നാമത്തത് എഫിഷ്യൻസിയാണ്. ഓക്കെ, ക്വിക്ക് ആക്സസ് ആൻഡ് മാനേജ്മെന്റ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാം, മാനേജ് ചെയ്യാം. നമുക്കിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും തിരുത്തു വരികയാണ്, ഇപ്പോൾ ടൈം ടേബിളിൻ്റെ ഉദാഹരണത്തിൽ തന്നെ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഓക്കെ, ഒരു ടീച്ചർ കുറച്ച് കാലം ലീവാണ്, അപ്പോൾ ആ ടീച്ചറുടെ സബ്ജക്റ്റുകൾ മുഴുവൻ മാറ്റുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ടേബിളിൽ മാറ്റിയാൽ മതി. മറ്റേതാണെങ്കിൽ നമ്മളിങ്ങനെ പരത്തി അല്ലെങ്കിൽ താഴേക്ക് എഴുതുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി വലിയൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ആയിരക്കണക്കിന് പേരുടെ അല്ലെങ്കിൽ 10,000-കണക്കിന് പേരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ടേബിളുകളാക്കിയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം, അതുപോലെ അത് മാനേജ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്യുറസിയാണ്. ഓക്കെ, ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറസിയുടെ പോയിന്റിൽ നമ്മൾ പറയുന്നത് എററുകൾ കുറയ്ക്കാൻ പറ്റും, അതുപോലെ റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്, അതായത് ചിലപ്പോൾ ചില ഡാറ്റ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും. പല സ്ഥലങ്ങളിലും ഒരേ ഡാറ്റ തന്നെ ഒന്നിലധികം സ്ഥലത്തൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒഴിവാക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരമാവധി എററുകൾ കുറയ്ക്കാനും അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റുകൾ ഒഴിവാക്കാനും നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. പിന്നെ അടുത്തത് ഡാറ്റാബേസിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത് വെബ്സൈറ്റുകളിൽ, അതുപോലെ വെബ് ആപ്ലിക്കേഷനുകളിൽ, അതുപോലെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഡാറ്റ അല്ലെങ്കിൽ ഒരു ബാങ്കിലെ ഡാറ്റ, ഒരു ബാങ്കിലെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ടുള്ള ആളുകളുടെ മുഴുവൻ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ, അവരുടെ കംപ്ലീറ്റ് ഡാറ്റ അതിലുണ്ടായിരിക്കും. അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ബാങ്കിന്റെ വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം,
പക്ഷെ നമുക്കൊരിക്കലും വേറൊരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കാനോ അതിനൊന്നും സാധിക്കില്ല. അതായത് ഡാറ്റാബേസിന്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന് കുറച്ച് സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ട് ആർക്കൊക്കെ ആക്സസ് ചെയ്യാം, ആർക്കൊക്കെ എന്തൊക്കെ ആക്സസ് ചെയ്യാം. ഒരു സ്കൂളിന്റെ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളിന് ചിലപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നുണ്ടാവും. സ്റ്റുഡൻസിന് കാണാൻ പറ്റുന്നത് ടീച്ചേഴ്സ് എൻ്റർ ചെയ്ത മാർക്കും അറ്റൻഡൻസും മാത്രമായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. അതേസമയം ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. അതായത് പല ആളുകൾക്കും പല തരത്തിലായിരിക്കും ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഡാറ്റാബേസിന് സെക്യൂരിറ്റി ഓരോരുത്തർക്കും ഓരോരോ ലെവലുകൾ നിശ്ചയിച്ചു കൊടുക്കാനും അവർക്ക് അതനുസരിച്ച് ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് ഡാറ്റാബേസ് ഉപയോഗിച്ചുകൊണ്ട് പറ്റും. പിന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സ്കെയിലബിലിറ്റിയാണ്. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഈ ഡാറ്റാബേസുകളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് മാനുവലായിട്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ ലൈബ്രറിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, വലിയ ലൈബ്രറികളൊക്കെ പണ്ട് നമുക്കൊരു ബുക്കിന്റെ ഡാറ്റയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 25 വലിയ ബുക്കുകൾ ഉണ്ടായിരിക്കും. അതിന്റെ അകത്തായിരിക്കും ആ ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളുടെയും ഡാറ്റ ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ അകത്തു നിന്ന് ഒരു പുസ്തകത്തിന്റെ ഡാറ്റ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പുസ്തകവും എടുത്ത് മറിച്ച് നോക്കണം. അത് വളരെ വലിയൊരു ടാസ്ക്കാണ്. ഏതിന്റെ അകത്താണ് നമുക്ക് ഡാറ്റ ഉള്ളതെന്ന് അറിയില്ല. ലൈബ്രറി മാത്രമല്ല, ഹോസ്പിറ്റലായാലും എവിടെയായാലും അങ്ങനെ തന്നെയാണ്. അതൊരു ബുദ്ധിമുട്ടേറിയ ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് അത് ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ഡാറ്റാബേസിൽ നമുക്ക് പറയാനുള്ളത്. എഫിഷ്യൻസി, ആക്യുറസി, സെക്യൂരിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി വളരെ ചെറിയ 2 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ഡാറ്റാബേസിനെ നമുക്കറിയാം. കമ്പ്യൂട്ടറിൽ, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൽ മിക്കവാറും എല്ലാ സാധനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഐക്കൺ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അതായത് ഇത് ഇന്ന കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാവരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. എല്ലാ ആപ്പിന്റെയും പേര് കാണണമെന്നില്ല. അപ്പൊ നമുക്ക് വാട്സപ്പ് തുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എഴുതിയത് വായിച്ചിട്ടല്ലല്ലോ അത് ഓപ്പൺ ചെയ്യുന്നത്, നമ്മൾ ആ സിമ്പിൾ കണ്ടിട്ടാണല്ലോ അത് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ എല്ലാത്തിൻ്റെയും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെയുള്ള എല്ലാത്തിനും ഓരോരോ ഐക്കൺ ഉണ്ടായിരിക്കും. ആ ഐക്കൺ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്തിനാണെന്നുള്ളത്. അപ്പൊ ഇത് നമ്മൾ ഡാറ്റാബേസിന്റെ ഐക്കണാണ്. ഓക്കെ, ഡാറ്റാബേസ് ഉപയോഗിക്കുമ്പോൾ, അതായത് കമ്പ്യൂട്ടർ സയൻസിൽ എവിടെയെങ്കിലും ഒക്കെ ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഡാറ്റാബേസിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐക്കൺ ഇങ്ങനെ ഈ 3 റൗണ്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ള, അടക്കിടക്കായി വെച്ചിട്ടുള്ള ഈ ഒരു ഐക്കണാണ് നമ്മൾ ഡാറ്റാബേസിന്റെ ഐക്കണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഇനി നമ്മൾ പല സ്ഥലത്തും കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാനുള്ള ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോപ്പുലർ ഡാറ്റാബേസുകളാണ്. അതായത് ഈ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏതാനും സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ പറയുന്നത്. അതിന്റെ പേരുകൾ മാത്രം. ഇതിന്റെ എല്ലാത്തിൻ്റെയും വർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. എന്നാൽ പല പല കമ്പനികളാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് MySQL എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ട്, MySQL. അതുപോലെ PostgreSQL, അതുപോലെ MongoDB, IBM ഡാറ്റാബേസ്, പിന്നെ SQL സെർവർ, ഒറാക്കിൾ, അതുപോലെ MariaDB, ഇങ്ങനെ, അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ ആക്സസ്, ഇങ്ങനെയുള്ള കുറച്ച് സോഫ്റ്റ്വെയറുകളാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാം, അതിൻ്റെ അകത്ത് ആക്സസ് ചെയ്യാം, എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ വരുത്താം. അങ്ങനെ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകളാണ് ഇതെല്ലാം. ഓക്കെ, എല്ലാത്തിൻ്റെയും പർപ്പസ് ഒന്നാണ്. പല പല കമ്പനികൾ പല പല ഫീച്ചറുകൾ, നമുക്കറിയാലോ, ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോ കമ്പനികളും ഓരോ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഫീച്ചറുകളോ
എന്തെങ്കിലും സ്പെഷ്യാലിറ്റികളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ പല പല സമയത്ത് ഇറങ്ങിയിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 പേര് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ MySQL, MongoDB, PostgreSQL, MariaDB, ഒറാക്കിൾ, മൈക്രോസോഫ്റ്റിന്റെ SQL സെർവർ, ഇതെല്ലാമാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി ഒരു റീക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 കാര്യങ്ങളാണ് ഇന്ന് നോക്കിയത്. ഒന്ന്, ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഡാറ്റ എന്നുള്ള വേർഡ് ആരംഭിച്ചത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് ഡാറ്റം എന്നുള്ളതിൽ നിന്നാണ്. റോ ഫാക്ട്സ് ആണ്. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോൾ ഇൻഫർമേഷൻ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻഫർമേഷൻ ആണ്. ഇൻഫർമേഷൻ എന്തായിരുന്നു? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന്. ഓക്കെ, പ്രോസസ്ഡ് ഫാക്റ്റിനെയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഡാറ്റയും ഇൻഫർമേഷനുമാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റയിൽ നിന്നൊരു മീനിങ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഡാറ്റയെ നമ്മൾ അടക്കിപ്പറക്കി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റാബേസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഡാറ്റാബേസിന്റെ എന്താണ് ഡാറ്റാബേസ് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നായിരുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞത് അതിൻ്റെ കമ്പോണൻസിൻ്റെ കാര്യമാണ്. കമ്പോണൻസും എല്ലാവർക്കും ഓക്കെ ആണല്ലോ, അല്ലേ? കമ്പോണൻസ് ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ടേബിൾ, കോളം, റോ, ഈ 3 കാര്യങ്ങളാണുള്ളത്. ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നിച്ച് പറയുന്ന പേരാണ് ടേബിൾ എന്നുള്ളത്. അതിൻ്റെ അകത്തുള്ളത് 2 കാര്യങ്ങളാണ്, കോളം ആൻഡ് റോ. കോളത്തിനും റോയ്ക്കും ഞാൻ വേറെ 1-2 പേരുകൾ പറഞ്ഞിരുന്നു. അത് ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാവോ? കോളത്തിന് നമ്മൾ വേറെ എന്താ പറയുന്നതെന്നുള്ളതും റോയെ എന്താ പറയുന്നതെന്നുള്ളതും. യെസ്, കോളത്തിന് നമ്മൾ പറയുന്നത് ഫീൽഡ് എന്നാണ്. ഫീൽഡ്. റോനെ നമ്മൾ പറയുന്നത് റെക്കോർഡ്, ഇൻഡിവിജ്വൽ റെക്കോർഡ്, ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ റെക്കോർഡുകളാണ്. ഓക്കെ, ഫീൽഡും റെക്കോർഡും. ഓക്കെ, അതുപോലെ നമ്മൾ ആട്രിബ്യൂട്ട്സ്, അതായത് കോളത്തിൽ നമ്മൾ എഴുതുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്നും പറയാം. ഇപ്പോൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആട്രിബ്യൂട്ടാണ്. അതുപോലെ ഇപ്പോൾ ഏജ്, അതൊരു ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ആട്രിബ്യൂട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ റോയിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ റെക്കോർഡുകളാണ് നമ്മൾ റോയിൻ്റെ അകത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് ഈ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നതിൻ്റെ ബെനിഫിറ്റുകളാണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത്. ഒരു 4 പോയിന്റുകളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. നമ്മളത് ഉപയോഗിക്കുന്നത് വളരെ എഫിഷ്യൻസി കൂട്ടും, അതുപോലെ ആക്യുറസി, സെക്യൂരിറ്റി, അതുപോലെ സ്കെയിലബിലിറ്റി. ഈ 4 കാര്യങ്ങളാണ് നമ്മളതിൻ്റെ ബെനിഫിറ്റായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മളതിൻ്റെ ഒരു ഐക്കൺ പരിചയപ്പെടുത്തി. പിന്നെ അതുപോലെ ഏതാനും പോപ്പുലർ ഡാറ്റാബേസിന്റെ പേരുകൾ. ഇത് മാത്രമല്ല, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരുകൾ, എന്താ പറയുക, 100 കണക്കിന് ഡാറ്റാബേസുകൾ പല പല രാജ്യങ്ങളിൽ പല സോഫ്റ്റ്വെയറുകൾക്കും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അതിൽ ഏറ്റവും പോപ്പുലറായ 1-2 പറഞ്ഞു എന്നേ ഉള്ളൂ. ഒറാക്കിൾ, എനിക്ക് തോന്നുന്നു ഒറാക്കിളിന്റെ പിക്ചർ കറക്റ്റായിട്ട് കാണുന്നില്ല, എൻ്റെ വീഡിയോ അവിടെ വന്നതുകൊണ്ട്. ഒറാക്കിളും പോസ്റ്റ്ഗ്രെസ്ക്യൂലും MySQL ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലിരിക്കുന്ന ഒരു ഡാറ്റാബേസ് ആണ് MongoDB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റങ്ങളുടെ പേരുകളായിട്ട് വരുന്നത്.